ഇപ്രകാരം പറഞ്ഞു, അറിഞ്ഞില്ലേ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി? അറിഞ്ഞില്ലേ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി? ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അതോ ചില വർഷങ്ങൾക്ക് വേണ്ടി മാത്രം? സ്തോത്രം. ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോൾ അവന്റെ തലക്കനം കൂടി. കേൾക്കണമേ, ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയപ്പോൾ ഇത്ര തലക്കനം. പക്ഷേ സർവശക്തിയുള്ള ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം, സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠം എന്നാൽ ചെയ്ത ഒരു മഹാദൈവം, വലിയ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കഴിവുള്ള ദൈവം, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അവന്റെ ഹൃദയം അഹങ്കാരത്തിലല്ല നിറഞ്ഞിരിക്കുന്നത്, മനസ്സലിവിൽ നിറഞ്ഞിരിക്കുന്നു. വേദപുസ്തകം പറയുന്നു, മുലയൂട്ടുന്ന ഒരു അമ്മയുടെ ഹൃദയം പോലെ ആദരവുള്ള മനസ്സിലുമുള്ള ഒരു ഹൃദയത്തോടെ ഇരിക്കുന്നവനത്രേ എൽ ശദ്ദായ്. അങ്ങനെ ഒരു ദൈവം ഒരപ്പനായി നിനക്ക് സ്വർഗത്തിലുണ്ട്. വേദപുസ്തകം പറയുന്നു, ദൈവം നമ്മുടെ പിതാവ്. യോഹന്നാൻ 1:12 വായിക്കുമ്പോൾ, അവനെ കൈക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അധികാരം നൽകിയിരിക്കുന്നു. ഇന്ന് പകരം മദ്യപാനം ഉപേക്ഷിച്ച്, വ്യഭിചാരം ഉപേക്ഷിച്ച്, പാപം ഉപേക്ഷിച്ച്, പാപത്തെ തള്ളിക്കളഞ്ഞ് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നീ സ്വീകരിക്കുമ്പോൾ ദൈവം നിന്റെ പിതാവ് ആകുകയാണ്. ഏതോ പള്ളിയിൽ പോകുന്നത് കൊണ്ടല്ല, ഞായറാഴ്ച ഏതോ ചൊല്ല് പറയുന്നത് കൊണ്ടല്ല, ക്രിസ്മസും ഈസ്റ്ററും മുടങ്ങാതെ ആഘോഷിക്കുന്നത് കൊണ്ടല്ല, പാപത്തെ ഉപേക്ഷിച്ച് യേശു കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി നിന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോൾ ആ നിമിഷത്തിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേര് എഴുതപ്പെടുകയും ദൈവം നിന്റെ പിതാവ് ആയിത്തീരുകയും ചെയ്യുന്നു. ദൈവം നിന്റെ പിതാവ്. ഇന്ന് പകൽ മുതൽ തല കുനിഞ്ഞല്ല, തല ഉയർത്തി പറ, എനിക്ക് സ്വർഗത്തിൽ ഒരു പിതാവുണ്ട്. എപ്രകാരമുള്ള ഒരു പിതാവ്? എബ്രായലേഖനം 12:9 പറയുന്നു, അവൻ ആത്മാക്കളുടെ പിതാവ്. അവൻ ആത്മാക്കളുടെ പിതാവ്. പട്ടിക്കും പൂച്ചയ്ക്കും ആത്മാവില്ല, പക്ഷെ മനുഷ്യന് ആത്മാവുണ്ട്. മൃഗങ്ങൾക്കും പക്ഷിക്കും ആത്മാവില്ല. അതുകൊണ്ടാണ് അവ ചാകുമ്പോൾ നമ്മൾ പറയുന്നത് അവ ചത്തുപോയി. പട്ടി മരിച്ചു, പൂച്ച മരിച്ചു എന്ന് നമ്മൾ പറയാറില്ല, അവ ചത്തുപോയി എന്നേ പറയാറുള്ളൂ. സ്തോത്രം. ആത്മാവില്ലാത്തത് കൊണ്ടാണ് പട്ടിയും പൂച്ചയും ഒന്നും ആത്മഹത്യ ചെയ്യാത്തത്. എന്നാൽ നമുക്ക് ആത്മാവുണ്ട്. കാര്യമെന്ത്? നമ്മുടെ ഉള്ളിൽ ആത്മാവിനെ ആക്കി വെച്ച ഒരു ദൈവമുണ്ട്, ആത്മാക്കളുടെ പിതാവായ ദൈവം. വേദപുസ്തകം പറയുന്നു, ആദിമ മനുഷ്യനാകുന്ന ആദാമിനെ ദൈവം സൃഷ്ടിച്ച ശേഷം അവന്റെ മേൽ ജീവശ്വാസം ഊതി അവൻ ആത്മാവ്, അവൻ ജീവനുള്ള ദേഹി ആയി തീർന്നു. സ്തോത്രം. ആത്മാക്കളുടെ പിതാവ് ഈ സ്വർഗത്തിൽ ദൈവം ജീവിക്കുന്നു. ആത്മാവ് ഏതോ സ്വർണത്തെക്കാൾ, ഏതോ വെള്ളിയെ പോലെ വില ഇല്ലാത്തതല്ല, അത് വിലയുള്ളതത്രേ. സ്വർണത്തെക്കാൾ, വെള്ളിയേക്കാൾ വിലയുള്ളതത്രേ ആത്മാവ്. വേദപുസ്തകം പറയുന്നു, ദൈവം നമ്മുടെ ഉള്ളിൽ ആക്കി വച്ചിരിക്കുന്ന ആത്മാവുണ്ടല്ലോ, സകല ലോകത്തെക്കാൾ ഏറ്റവും വിലയേറിയതത്രേ. ഒരു തുലാസിൽ, സ്തോത്രം, ഭൂലോകത്ത് മുഴുവൻ വെച്ചിട്ട്, അല്ലെങ്കിൽ പ്രകൃതിയും പ്രപഞ്ചത്തെ മുഴുവൻ വെച്ചിട്ട്, മറുവശത്ത് ആത്മാവിന്റെ, സ്തോത്രം, മനുഷ്യന്റെ ആത്മാവിനെ എടുത്തു വെച്ചാൽ ഏറ്റവും വിലയേറിയത് മനുഷ്യന്റെ ആത്മാവ് തന്നെ ആയിരിക്കും. നമുക്ക് ആത്മാക്കളുടെ പിതാവായി ഒരുവനുണ്ട്. നമ്മുടെ ആത്മാവിന്റെ പിതാവായി സ്വർഗത്തിൽ ദൈവം വസിക്കുന്നു. അവൻ ആത്മാക്കളുടെ പിതാവ്. രണ്ടാമതായി വേദപുസ്തകം പറയുന്നു, സ്തോത്രം, അവൻ മനസ്സലിവിന്റെ പിതാവ്. 2 കൊരിന്ത്യർ ലേഖനം 1:3 പറയുന്നു, മനസ്സലിയുന്ന പിതാവ്. ലോകം കരയിപ്പിക്കുന്നു, ലോകം നിന്നെ ഒറ്റപ്പെടുത്തുന്നു, ലോകത്തിന്റെ കണ്ണിൽ നീ ദയയില്ലാതെ ഈ ദിവസങ്ങൾ അലഞ്ഞു നടക്കുന്നു. സ്വർഗത്തിലെ ദൈവം നിന്നെ നോക്കി മനസ്സലിയുന്ന പിതാവ് അത്രേ. വേദപുസ്തകം വീണ്ടും പറയുന്നു, സ്തോത്രം, അവൻ ആത്മാക്കളുടെ പിതാവ്, അവൻ മനസ്സലിക്കുന്ന പിതാവ്. മാത്രമല്ല, സങ്കീർത്തനം 68:5 വായിക്കുമ്പോൾ അവൻ അനാഥരുടെ പിതാവായിരിക്കുന്നു. ദൈവം അനാഥരുടെ പിതാവ്. ആരുമില്ലയോ സഹോദരങ്ങളെ? ഒറ്റപ്പെട്ടിരിക്കുന്നു. ഒരു പക്ഷേ, സ്തോത്രം, ഒരിക്കലൊരപ്പൻ ഉണ്ടായിരുന്നു, ആ അപ്പൻ നഷ്ടപ്പെട്ടു പോയി, ആ അപ്പൻ മരിച്ചുപോയി എന്ന് നീ ചിന്തിക്കുന്നുവോ? ധൈര്യമായിരിക്കുക, നീ അനാഥനല്ല. സ്വർഗത്തിൽ നിനക്ക് ഒരു പിതാവ് ഉണ്ട്. ഒരു പക്ഷെ നിന്റെ ഭർത്താവ് മരിച്ചുപോയി കാണും, അപ്പൻ നഷ്ടപ്പെട്ടു കാണും, നിന്റെ കുടുംബം സ്തോത്രം തലയില്ലാത്ത ഒരു ശരീരം പോലെ ഈ ദിവസങ്ങൾ തകർന്നു എന്ന് നീ ചിന്തിക്കരുതേ. സ്വർഗത്തിൽ ഒരു പിതാവ് നിനക്ക് വേണ്ടി ജീവിക്കുന്നു. അവൻ നമ്മുടെ ആത്മാക്കളുടെ പിതാവ്. അവൻ സർവ മനസ്സിലുള്ളവനായ പിതാവ്. അനാഥർക്ക് ദൈവം പിതാവ്. ദൈവം നമ്മുടെ പിതാവ്. മാത്രമല്ല, വേദപുസ്തകം പറയുന്നു, നാലാമതായിട്ട് മത്തായി സുവിശേഷം 7:11, ലൂക്കോസ് 11:13, അവൻ സ്വർഗസ്ഥനായ പിതാവ്. ഈ ഭൂമിയിലെ പിതാവ് നിന്നെ തള്ളിക്കളഞ്ഞു കാണും, ശപിച്ചു കാണും, വേദനിപ്പിച്ചു കാണും. സ്വർഗസ്ഥനായ ദൈവം നിന്റെ പിതാവ് അത്രേ. ദൈവം നിന്റെ പിതാവ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, സ്വർഗസ്ഥനായ പിതാവ് എന്താ നിനക്ക് വേണ്ടി ചെയ്യുന്നത്? വേദപുസ്തകം പറയുന്നു, മത്തായി 7:11 നിങ്ങൾ വായിക്കുമ്പോൾ, സർവ്വ നന്മകളാൽ അവൻ നിങ്ങളെ നിറയ്ക്കുന്നു. ലൂക്കോസ് 11:13 പറയുന്നു, അവൻ പരിശുദ്ധാത്മാവിനാൽ നിന്നെ നിറയ്ക്കുന്നു. സ്വർഗസ്ഥനായ പിതാവ് ഒരു വശത്ത് ഭൗതികമായി നിനക്ക് ആവശ്യമുള്ള സകലതും നൽകുന്നു, മറുവശത്ത് ആത്മീയമായും നിനക്ക് ആവശ്യമുള്ളത് തരുന്നു. മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, നിന്റെ ജീവനും നിന്റെ ഭക്തിക്കും ആവശ്യമുള്ള സകലതും നൽകുന്നവനത്രേ സ്വർഗസ്ഥനായ പിതാവ്. ദോഷികളായ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ്
തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികമായി നൽകും. അതേ, ബാലസിംഹങ്ങൾ ഗിരി കിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. പ്രാർത്ഥിക്ക്, നിശ്ചയമായി വിടുതലുണ്ട്. സ്വർഗസ്ഥനായ പിതാവ് ഒരു സംഭവം പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. മഹാനായ, വളരെ ശക്തനായ ഒരു ദൈവത്തിന്റെ ദാസനായിരുന്നു ജോർജ് മുള്ളർ. വിശ്വാസ വീരനായ ജോർജ് മുള്ളർ. വേദപുസ്തകം വളരെ ശക്തമായി വിശ്വസിച്ചതായ ഒരു ദൈവത്തിന്റെ മനുഷ്യൻ. വളരെ വളരെ നാളുകൾ കൊണ്ട് ദൈവത്തിന്റെ കൃപയാൽ ഏകദേശം 6000-ഓളം വരുന്നതായ അനാഥ കുഞ്ഞുങ്ങൾ വളരുന്നതായ അനാഥശാല അദ്ദേഹം വളർത്തിയെടുക്കുകയുണ്ടായി. ഒരു മനുഷ്യനോട് 5 പൈസ വാങ്ങാതെ ദൈവത്തിന്റെ കൃപയാൽ അദ്ദേഹം വളർത്തിയെടുത്തു. ഒരു പ്രത്യേക സമയത്ത് ആ അനാഥശാലയിൽ ഉള്ളതായ സൂപ്പർവൈസർ വന്നിട്ട് പറഞ്ഞു, അതേ സർ, നമ്മുടെ സ്റ്റോർ റൂം ഖാലിയായിരിക്കുന്നു. അടുത്ത ദിവസം ഈ കുഞ്ഞുങ്ങൾ മുഴുവനിതാ പട്ടിണി കിടക്കുവാൻ വേണ്ടി പോകുകയാണ്. ഈ ദൈവത്തിന്റെ ദാസന് ഒന്നേ ചെയ്യുവാൻ കഴിയത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും കുഞ്ഞുങ്ങളിതാ പട്ടിണി കിടക്കുവാൻ പോകുന്നു. 1000-കണക്കിന് കുഞ്ഞുങ്ങളിതാ പട്ടിണി കിടക്കുവാൻ പോകുന്നു അനാഥശാലയിൽ. അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാം. അന്ന് രാത്രി താൻ ഉറങ്ങിയില്ല. ദൈവത്തിന്റെ മുൻപിൽ മുട്ടുമടക്കി. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന് മുൻപിൽ മുട്ടുമേൽ നിൽക്കുമ്പോൾ നീ സ്വർഗത്തെ തൊടുകയാണ്. എഴുന്നേറ്റ് നടക്കുമ്പോഴല്ല നീ സ്വർഗത്തെ തൊടുന്നത്, മുട്ടിന്മേൽ നീ ദൈവത്തിന് മുൻപിൽ നിൽക്കുമ്പോൾ സ്വർഗത്തെ നീ സ്പർശിക്കുകയാണ്. പ്ലാറ്റ്ഫോമിൽ മൈക്കും പിടിച്ച് നിൽക്കുന്നവനല്ല ദൈവത്തിന്റെ സ്നേഹിതൻ. ദൈവത്തിന് മുൻപിൽ മുട്ടുകളെ മടക്കി പ്രാർത്ഥിക്കുന്നവനാണ് ദൈവത്തിന്റെ സ്നേഹിതൻ. ഓ, എന്താ സംഭവിച്ചത്? ജോർജ് മുള്ളർ രാത്രി മുഴുവൻ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം പ്രഭാതമായി അദ്ദേഹം ആ കുഞ്ഞുങ്ങളെ മുൻപിൽ നിന്നിട്ട് വിശ്വാസത്തിൽ വിളിച്ചു പറഞ്ഞു, മക്കളെ, ദൈവം നമുക്ക് ആഹാരം തരികയാണ്. അദ്ദേഹം ആ കുഞ്ഞുങ്ങളുമായി സംസാരിക്കുമ്പോൾ തന്നെ ആ പട്ടണത്തിൽ വലിയൊരു ധനികൻ അവിടേക്ക് ഓടി വന്നു. ആ ധനികൻ അവിടേക്ക് ഓടി വന്നിട്ട് ഇപ്രകാരം പറഞ്ഞു, അതെ, എന്റെ ബേക്കറിയിൽ ആയിരക്കണക്കിന് ബ്രെഡ് ഉണ്ടാക്കുകയായിരുന്നു. എന്നാൽ ആ ബ്രെഡ് ഉണ്ടായി വരുമ്പോൾ ഇപ്രകാരം ദൈവം പറഞ്ഞു, ഇത്രയും ഉണ്ടായി വന്ന 1000-കണക്കിന് ബ്രെഡിനെ ഈ അനാഥശാലയിൽ ഞാൻ വെറുതെ തരണമെന്ന്. ജോർജ് മുള്ളർ ഇപ്രകാരം പറഞ്ഞു, നിന്നോട് പറഞ്ഞത് എൻ്റെ ദൈവമത്രേ. ഇന്നലെ രാത്രി ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. എൻ്റെ ദൈവം നിനക്കുറക്കം തരാതെ നിന്നോട് വന്ന് പറഞ്ഞത് ഞാൻ അതേ പ്രാർത്ഥിക്കുകയായിരുന്നു. അദ്ദേഹം ഈ ബേക്കറിക്കാരനോട് സംസാരിച്ചിട്ടിരിക്കുമ്പോൾ ഒരു പാൽവണ്ടിക്കാരൻ ഓടി വന്നിട്ട് പറയുന്നു, അടുത്ത പട്ടണത്തിലേക്ക് ഞാൻ പോവുകയായിരുന്നു. ഇടയ്ക്ക് ഭയങ്കര ട്രാഫിക്, മുഴുവൻ സ്റ്റക്കായി നിൽക്കുന്നു. പാല് ചീത്തയായി പോകുമല്ലോ. ഓഫീസിലേക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു, ആ പാല് ചീത്തയായി വെറുതെ വഴിയിൽ കളയുന്നതിനേക്കാൾ അവിടെ ഒരു അനാഥശാലയുണ്ടല്ലോ, അവിടെ കൊണ്ടുപോയി വെറുതെ ഫ്രീ ആയി കൊടുക്കുക. അവർക്ക് ഫ്രീ ആയിട്ട് ബ്രെഡ് ലഭിച്ചു, അവർക്ക് ഫ്രീ ആയിട്ട് അതെ പാലും ലഭിച്ചു. ദൈവമായ കർത്താവ് പ്രാർത്ഥന കേൾക്കുന്നവനത്രേ. ആ അനാഥർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചുവെങ്കിൽ ഇന്ന് പകലും നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ഭവനത്തിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി യേശു കർത്താവ് പ്രവർത്തിക്കുന്നവൻ അത്രേ. സ്വർഗം നിങ്ങൾക്കായി തുറക്കട്ടെ. ദൈവത്തിന്റെ മഹാപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. കാറ്റിനെ ശാസിച്ചവൻ, അതെ, കടൽ വഴി ഒരുക്കിയവൻ, ദൂതന്മാരെ ഇറക്കി തന്റെ ജനത്തെ സംരക്ഷിച്ചവൻ, ശക്തന്മാരുടെ ഭോജനം നൽകി തന്റെ ജനത്തെ പരിപാലിച്ച ദൈവം നിങ്ങളുടെ ജീവിതത്തോട് കൂടെ ഇരിക്കുമാറാകട്ടെ. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി ഒരുങ്ങുകയാണ്. ഇപ്പോൾ തന്നെ കർത്താവ് നിങ്ങളുടെ പിതാവായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോൾ തന്നെ വായു തുറന്ന് ഒരതിഥിയെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തെ യേശു കർത്താവിനെ ക്ഷണിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഇപ്പോൾ തന്നെ പറയുക, കർത്താവേ, ഞാനൊരു പാപി, എൻ്റെ പാപത്തെ ക്ഷമിക്കണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് നീ കടന്നു വരണമേ. അങ്ങനെ ഞാൻ രക്ഷകനായി കർത്താവായി എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ സ്വീകരിക്കുന്നു. അവിടെ തന്നെ രക്ഷിക്കുന്നതിനായി നന്ദി, അവിടെ തന്നെ സഹായിക്കുന്ന കൃപയ്ക്കായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. തുടർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ആയിരുന്നാണ്. യേശുവിൻ്റെ നാമത്തിൽ ദൈവകൃപ നിങ്ങളിലേക്ക് കടന്നു വരുന്നു. അതേ കർത്താവ്, ഇന്ന് ഈ ദിവസത്തിൽ ഈ പ്രോഗ്രാം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളുടെ മേലും ദൈവത്തിന്റെ വലിയ കൃപ, അളവറ്റ കൃപ വ്യാപരിപ്പാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീസസ്, അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്തിറങ്ങുന്നതായ മഴ പോലെ ദൈവത്തിന്റെ ദിവ്യ സാന്നിധ്യം അവിടെ മേലെ ഇപ്പോൾ തന്നെ വ്യാപരിക്കപ്പെടുമാറാകട്ടെ. ദൈവം അവിടെ പിതാവായി ഈ നിമിഷത്തിൽ തീരുമാറാകട്ടെ. താങ്ക് യു ജീസസ്. ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എല്ലാവരുടെയും അവസ്ഥകൾക്ക് വ്യത്യാസം വരട്ടെ. സകല ഏകാന്തതകൾ അവിടെ ജീവിതത്തിൽ നിന്ന് വേരോടെ മാറിപ്പോകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജീസസ്, പൂർണ്ണമായ ദൈവിക വിടുതലും സ്പർശനവും ഇവിടെ ജീവിതത്തിലേക്ക് ഇന്ന് പകൽ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ സംഭവിക്കപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വലിയ വിടുതൽ ഇപ്പോൾ തന്നെ കർത്താവിന്റെ കൃപയാൽ അവിടെ ജീവിതത്തെ കടന്നു വരട്ടെ. രോഗികൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബ്രെയിൻ തകരാറുള്ളതായ ജീവിതങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ. തലച്ചോർ സംബന്ധമായ രോഗങ്ങൾ, ബലഹീനതകൾ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറട്ടെ.
നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഒരു മീരെ ഇന്ന് പകൽ കർത്താവ് സൗഖ്യമാക്കുന്നു. മീര മൈഗ്രെയിൻ ഹെഡേക്സ് യേശുവിന്റെ നാമത്തിൽ മറിയുന്നു. യേശുവിന്റെ നാമത്തിൽ എല്ലാ മൈഗ്രെയിൻ രോഗങ്ങൾ വിട്ടുമാറുകയാണ്. കർത്താവ് വിടുവിക്കുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. ഹൃദയരോഗത്താൽ ഭാരപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പിതാവിനെ ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യമാക്കുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവത്തിന്റെ വിലയേറിയ സൗഖ്യം നിന്നിലേക്ക് കടന്നു വരട്ടെ. കർത്താവ് നിന്നെ വിടുവിക്കുന്നു. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ഒരു ഷാൻ എന്നെ കേൾക്കുന്നു. ഷാൻ യേശുവിന്റെ നാമത്തിൽ കർത്താവ് വൻ കാര്യങ്ങൾ നിനക്ക് വേണ്ടി ചെയ്യുന്നു. താങ്ക് യു ജീസസ്. നിന്റെ വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ കർത്താവിന്റെ വിലയേറിയ സ്പർശനം, യേശുവിന്റെ വിലയേറിയ അത്ഭുതം നീ കാണുവാൻ വേണ്ടി പോകുന്നു. ഷാൻ യേശുവിന്റെ നാമത്തിലെ വിടുതൽ പ്രാപിക്കുക. നന്ദി കർത്താവേ. ദൈവത്തിന്റെ വിലയേറിയ കൃപയ്ക്കായി സ്തോത്രം. നിന്റെ മക്കൾ അവിടുന്ന് തൊട്ടുകൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദി. ഓ ഹല്ലേലൂയ. വിശാലതകൾ കർത്താവ് കൽപ്പിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. താഴ്ചകൾ അവിടുന്ന് ഉയർച്ചകളാക്കി തീർക്കുന്ന കൃപയ്ക്കായി നന്ദി. ഓ ഉലയുന്നതായ എല്ലാ ജീവിതത്തിന്റെ ഉലച്ചിലുകളിൽ നിന്ന് അവിടെ ജീവിതത്തെ അവിടുന്ന് മാറ്റുന്ന കൃപയ്ക്കായി സ്തോത്രം. അത്ഭുതങ്ങളെ മേൽ അത്ഭുതം അവിടുന്ന് ചെയ്താട്ടെ. ഓ ഹല്ലേലൂയ. വളഞ്ഞിരിക്കുന്ന എല്ലാ മേഖലകളെ നേരെയാക്കി ദൈവത്തിന്റെ വിലയേറിയ വിടുതലാക്കി തീർക്കും. എല്ലാ രോഗശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിച്ച് മാറ്റുന്നു. സൗഖ്യമാക്കും ജീസസ്. ഈ നിമിഷം ഇപ്പോൾ തന്നെ വിശ്വസിക്കുന്നതിന്റെ കുഞ്ഞുങ്ങളേക്ക് ദൈവിക സൗഖ്യം വ്യാപരിക്കട്ടെ. പൂർണ്ണ വ്യതിയാനത്തിന് വിടുതലുമായി നന്ദി. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അതെ, ദൈവം നിങ്ങളുടെ പിതാവത്രേ. ഇനി നിങ്ങൾ അനാഥർ അല്ല. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഇപ്പോൾ തന്നെ അതെ, ഞങ്ങളെ വിളിച്ച് നിങ്ങളുടെ പ്രാർത്ഥന അപേക്ഷകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും പ്രാർത്ഥന അപേക്ഷകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദയവായി എഴുതി അറിയിക്കുക. നിശ്ചയമായി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ പ്രാർത്ഥന പങ്കാളികൾ നിരന്തരം നിങ്ങളുടെ ഓരോ ടെലിഫോൺ കോളുകളുടെ കത്തുകളിലൂടെ അറിയിക്കുന്നതാണ്. ഓരോ പ്രാർത്ഥന അപേക്ഷകൾക്ക് വേണ്ടി, ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തന്നെ ചെയ്യും. ദൈവമായ കർത്താവ് നിങ്ങളെ പൂർവാധികം ബലപ്പെടുത്തുമാറാകട്ടെ. മറന്നു പോകരുത്, ഈ ലോകത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കൾ. ദൈവം നമ്മുടെ പിതാവത്രേ. വലിയ അക്ഷരത്തിൽ എവിടെയെങ്കിലും എഴുതിയിട്ടാട്ടെ, ദൈവം എൻ്റെ പിതാവ്. ദൈവം നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. ചരിത്രമുറങ്ങുന്ന വിശുദ്ധ നാടിലേക്ക് ഒരു യാത്ര. യേശു കർത്താവ് ജനിച്ച ബെത്ലഹേം, യേശു കർത്താവ് വളർന്നതായ നസറേത്ത്, അവന് ശുശ്രൂഷിച്ചതായ ഗലീലിയ, അവനെ ക്രൂശിച്ചതായ ഗൊൽഗോഥ, യേശു കർത്താവ് നടന്നതായ അത് യെരുശലേമിന്റെ തെരുവുകൾ എന്നു തുടങ്ങി ജീവനുള്ളത് പോലെ തോന്നുന്നതായ, ജീവിക്കുന്ന ദൈവത്തിന്റെ വിലയേറിയ പ്രവൃത്തി വെളിപ്പെട്ടതായ വിശുദ്ധ നാടിലേക്ക് കുടുംബമായി കടന്നുവന്ന് പങ്കെടുക്കുവാൻ ടോർച്ച് ഓഫ് ട്രൂത്ത് ഒക്ടോബർ 31 മുതൽ അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു യാത്ര ക്രമീകരിച്ചിരിക്കുന്നു. വരുവാൻ താല്പര്യമുള്ളവർ വളരെ വേഗം തന്നെ ടോർച്ച് ഓഫ് ട്രൂത്ത് ഓഫീസുമായി ബന്ധപ്പെടുവാൻ കർത്താവിന്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾ ജീവിക്കുന്ന നാൾ വരെയും ഇത് മറക്കുവാൻ കഴിയാത്തതായ ഒരു അനുഭവമായി തീരും എന്നതിന് സംശയം ഇല്ല. ഇസ്രായേൽ, ജോർദാൻ, ഈജിപ്ത്, പാലസ്തീൻ എന്നീ 4 രാജ്യങ്ങളടങ്ങിയ 10 ദിവസത്തെ യാത്ര ഒക്ടോബർ 31 മുതൽ നവംബർ 9 വരെ. കഴിവതും വേഗം ഞങ്ങളുമായി ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 6543, ട്രിവാൻഡ്രം 25. ഫോൺ 2725272 2725273. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഡൊണേഷൻസും അയക്കേണ്ട വിലാസം ടോർച്ച് ഓഫ് ട്രൂത്ത്, പോസ്റ്റ് ബോക്സ് നമ്പർ 6543, ട്രിവാൻഡ്രം 25. ഫോൺ 2725272 2725273.